അതുപോലെ എൻ്റെ മക്കൾ അനുസരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ പറഞ്ഞു കൊടുത്താലേ അവരനുസരിക്കൂ. ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർ പറയുന്നതിനേക്കാൾ വ്യഗ്രതയോടെ നിങ്ങൾ അനുസരിക്കും. നിങ്ങളെപ്പോഴും ഓരോരുത്തരും ഓരോരുത്തരായിരിക്കണം. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും. രാഷ്ട്രീയക്കാർക്ക് അത്യാവശ്യം വേണ്ടത് ഇതാണ്. ആദ്യമായിട്ടല്ലെങ്കിലും വളരെ വിരളമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഒരുപാട് വെള്ളം കുടിക്കണം വേനൽക്കാലത്ത്. കുറേശ്ശേ കുടിക്കാവൂ. ഒരു തുടം 1 ഔൺസ് 2 ഔൺസ് വെച്ചേ കുടിക്കാവൂ. അപ്പോൾ ശരീരത്തിൽ അത് ഹൈഡ്രേറ്റ് ചെയ്യും. അതിനുശേഷം അധികമായിട്ട് നമുക്ക് ശങ്കയുണ്ടാവും. അപ്പോൾ അത് പോയി കൃത്യമായി ആ ശങ്ക നടപ്പിലാക്കണം. പിടിച്ചു വെക്കരുത്. അതെന്ത് ശങ്കയായാലും പിടിച്ചു വെച്ചാൽ അകത്ത് നമുക്ക് വലിയ ഉപദ്രവകാരിയായി മാറുന്ന പൊരുളാണെന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മിക്കവാറും വരുന്ന ഗസ്റ്റുകൾ വഴി നമുക്ക് കുറച്ച് ആകർഷണം തോന്നുന്ന ഗസ്റ്റുകളാവുമ്പോൾ അവർ പറയുന്നത് അനുസരിക്കും. ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർ പറയുന്നതിനേക്കാൾ വ്യഗ്രതയോടെ നിങ്ങൾ അനുസരിക്കും. അതുപോലെ എൻ്റെ മക്കൾ അനുസരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ പറഞ്ഞു കൊടുത്താലേ അവരനുസരിക്കൂ. അല്ലേ? എപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ഇഷ്ടം, നമ്മുടെ റോൾ മോഡൽസ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ സ്നേഹത്തോടെ എന്നെ നോക്കാനും ഇഷ്ടത്തോടെ എന്നെ കേൾക്കാനും വളരെ ഇഷ്ടത്തോടെ അനുസരിക്കാനും തോന്നിയാൽ ഇങ്ങനെയുള്ള വേദികൾ അതിനു വേണ്ടിയുള്ളതാണ്. പക്ഷെ നിങ്ങളത് വളരെ ഹൃദ്യമായിട്ട് അതിൽ ആ കരോക്കേക്ക് പാടിച്ചേർത്ത് ആ കുഞ്ഞുങ്ങളിങ്ങി വരണം കേട്ടോ. അതിലെ മെയിൻ ഗായികയും കുഞ്ഞുങ്ങളും ഇങ്ങി വരണം. ഇത്രയും ശ്രുതി ചേർന്ന് ഈ പ്രായത്തിൽ ഒരു അസംബ്ലി ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടല്ലെങ്കിലും വളരെ വിരളമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ താളം, ശ്രുതി, ലയം എല്ലാം സ്വാംശീകരിക്കാൻ നമുക്കിങ്ങനെ അലിഞ്ഞു ചേരണം നമ്മുടെ ഹൃദയത്തിലേക്ക്. ദേഷ്യം, സന്തോഷം, സങ്കടം ഇതെല്ലാം മനുഷ്യന് ചേർന്ന വികാരങ്ങൾ, എല്ലാ ജന്മങ്ങൾക്കും ചേർന്നതാണ്. ദേഷ്യം മരങ്ങൾക്ക് പോലും വരും, മണ്ണിന് വരും. കൃത്യമായി ആ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യും. അന്നേരം നമ്മൾ കിടന്ന് ഓടും. അപ്പം മണ്ണിനെ ദ്രോഹിച്ചാൽ അത് ദേഷ്യപ്പെടും, മരത്തിനെ ദ്രോഹിച്ചാൽ അത് ദേഷ്യപ്പെടും. പക്ഷി മൃഗാദികളെ ദ്രോഹിച്ചാൽ അതുങ്ങൾ തിരിച്ച് ഗംഭീരമായി ദ്രോഹിക്കും. അത് മാത്രമേ നമ്മൾ ലോകത്ത് കാണുന്നുള്ളൂ. ജീവിതത്തിലേക്ക് സംഗീതം കൊണ്ടുവന്നാൽ അത് ഔഷധവുമാണ്, നമുക്ക് വലിയ മാർഗദർശിയുമാണ്. അപ്പോൾ ജീവിതത്തിൽ ആകമാനം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ സിരകളിലൂടെ ഇങ്ങനെ ഒഴുകിയാൽ അത് മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷവും സൗഖ്യവും പകരുന്ന ഒരു ജീവിത നിർവഹണമായി മാറും. രാഷ്ട്രീയക്കാർക്ക് അത്യാവശ്യം വേണ്ടത് ഇതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളെപ്പോഴും ഓരോരുത്തരും ഓരോരുത്തരായിരിക്കണം. മനസ്സിലായോ? നമ്മൾ നമ്മുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കരുത്. അച്ഛനും അമ്മയ്ക്കും എപ്പോഴും സന്തോഷം പകരാൻ മാത്രം ശ്രമിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ആൾക്കാരെ കണ്ടു നടക്കുകയാണ്. അവർക്കൊക്കെ പറയാനുള്ളത് അവസരം കൊടുക്കണം. എനിക്ക് തിരിച്ചവരോട് പ്രതിവിധിയായി പറയാനുള്ള സമയം കണ്ടെത്തണം. അതുകൊണ്ട് അധ്യാപകർ അനുസരിക്കണം. ഗുരുത്വം ഒരിക്കലും കൈമോശം വന്നുകൂടാ എന്നൊക്കെയുള്ള ഉപദേശം എന്ന് വിചാരിക്കേണ്ട. ഞാൻ വന്ന വഴി അതാണ്. ഗുരുത്വം ഒരിക്കലും കൈമോശം വന്നിട്ടില്ല, വന്ന വഴി മറന്നിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, ദ്രോഹിക്കില്ല എന്ന് പറയുന്ന നിശ്ചയം. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുൻഗതിയും മേൽഗതിയും. ഇത്രയും മനസ്സിലായോ? നല്ലതുപോലെ പ്രാർത്ഥിക്കണം.
അടുത്തൊരാളുടെ വേദന കണ്ടാൽ നമ്മുടെ ഹൃദയം അലിയണം, കണ്ണീർ പ്രവഹിക്കണം. അതും മനസ്സിലായോ? നമുക്ക് ഒന്ന് കൈവച്ച് തലോടിയാൽ തീരുന്ന വേദനകളുണ്ട്. ഇഷ്ടം, സ്നേഹത്തിൽ മാത്രം മുങ്ങിയതാവണം നിങ്ങളുടെ ജീവിതം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധ്യയന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു പ്രായം നിങ്ങൾക്ക് എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അധ്യാപകർക്ക് അതറിയാം. ഈ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ആ അധമ വഴിയെ അധ്യയന കേന്ദ്രങ്ങളിലേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശക്തിയും ബുദ്ധിയും യുക്തിയും പ്രവർത്തനക്ഷമതയും ഇവിടുത്തെ അധ്യാപകർക്കും ഈ കുഞ്ഞുങ്ങൾ ചെന്ന് കയറുന്ന വീട്ടിലെ അച്ഛനമ്മമാർക്കും മുത്തശ്ശൻ മുത്തശ്ശിമാർക്കും എല്ലാം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. The best memories of our life